നിങ്ങൾ നേരത്തെ എന്തോന്ന് പറഞ്ഞു? എനിക്ക് കോംപ്ലക്സ് ആണ്. എനിക്കൊരു കോംപ്ലക്സ് ഇല്ല അളിയാ. ഞാൻ മിസ്റ്റർ മൈമുട്ടിയെ പരിചയപ്പെടാൻ പോവാ. അളിയാ, നീ കണ്ടീഷനിൽ അങ്ങോട്ട് പോരുത്. എന്റെ കാര്യം കുഴപ്പത്തിലാവും. ഞാൻ കുറച്ചുകൂടെ ധൈര്യം വെച്ചിട്ട് സ്വല്പം കൂടെ അങ്ങോട്ട് ഇരുത്തിയിട്ട് അങ്ങോട്ട് പോകാനിരിക്കുക. പിന്നെ അങ്ങനെ എന്റെ വാരിക്കയിലെ കൊലപാതകം കഥയൊക്കെ കേട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആരാ അളിയാ? നമ്പർ 1 തിരക്കഥാകൃത്ത്. നിന്റെ വാരികയിലെ കൊലപാതകം പറയാൻ തന്നെ പോണടേ. സീക്കുപ്പയിലല്ലേ മമ്മൂട്ടി. ഇവനിത് കൊളാക്കും. ഞങ്ങള് മദ്രാസിലേക്കാണ്. ഞങ്ങൾക്ക് ക്രിക്കറ്റ് കളി കാണണം. പിന്നെ പറയട്ടെ, മിസ്റ്റർ മമ്മൂട്ടില്ലേ, ടോണി കുരിശിങ്കൽ. ഞാൻ സാറിൻ്റെ സിനിമയൊക്കെ കാണാറുണ്ട്. നല്ല ആക്ടിങ് ആണ്, നല്ല അഭിപ്രായമാണ്. പക്ഷേ സത്യം പറഞ്ഞാൽ അസൂയുണ്ട് കേട്ടാ. ചേട്ടാ, ഈ പെൺപിള്ളേരൊക്കെ മമ്മൂട്ടി എന്ന് പറയുമ്പോൾ, സ്കൂളിൽ പഠിക്കുന്ന പെണ്ണുങ്ങളൊക്കെ മമ്മൂട്ടിയെ പോലെ ഇറങ്ങാം, മമ്മൂട്ടി ഇരിക്കുന്ന പറയുമ്പോൾ എനിക്ക് അസൂയില്ല. മറ്റുള്ളവർക്ക് അസൂയ തോന്നുമ്പോൾ എനിക്ക് അസൂയ ഉണ്ടാവും. ഇവൻ നമ്മുടെ ഫ്രണ്ടാണ്, ഡിറ്റക്റ്റീവ് നോവലിസ്റ്റാണ്. നോവലിൻ്റെ പേരെന്താ? വാരിക്കുഴിയിലെ കൊലപാതകം. നല്ല ഉഗ്രൻ ബോറാണ്. നിന്റെ നോവല് ആര് സിനിമയാക്കിയില്ല? ഞാൻ സിനിമയാക്കും. ഒരു മലയാള സിനിമ പിടിക്കുക എത്ര ലക്ഷം രൂപയാണ്? ഓ, ഡിപ്പെൻസ്. എന്നാലും ഒരു 10-20 ലക്ഷം രൂപയ്ക്ക് ആവും അല്ലേ? ഞാനും ഈ ഫീൽഡിലേക്ക് ഇറങ്ങാൻ നിൽക്കുക. ഇപ്പോഴല്ല, എൻ്റെ എസ്റ്റേറ്റൊക്കെ വിറ്റിട്ട്. ഞാനവിടെ ചെറുതായിരിക്കുമ്പോൾ ഷൂട്ടിങ് നടന്നിട്ടുണ്ട്. നസീറും ഷീലയൊക്കെ. നല്ല ലൊക്കേഷനാണ്, നല്ല ബ്യൂട്ടിഫുള്ളാണ്. വെടിയിറച്ചി കിട്ടും. പുലിയിറച്ചി തിന്നിട്ടുണ്ടോ? നമ്മളെ പോലെ മനുഷ്യരല്ലേ സാറും. ഇതെന്തോന്നത്? പേപ്പർ പ്രിന്റ് ഷർട്ടാ. ഇത് എളുപ്പം ചീത്തിയോ? ഇതുപോലത്തെ എനിക്ക് ആറെണ്ണം ഉണ്ടായിരുന്നു. അതെന്തോന്നത്? ഇതെന്നത് ടൈം പീസാ. കൈ കിട്ടുന്നത് ഇത്ര വലുതായിരിക്കരുത്, ചെറുതായിരിക്കണം. HMT. അതെന്തോ? Can I have a look? എൻ്റെ ഇരിക്കുന്നത് ഇത്ര വലുതല്ല, ചെറുത്. സ്മോൾ സൈസ്. ആ സിനിമ കാണുന്ന പോലെ പോവാം. സാറിനൊന്ന് ടച്ച് ചെയ്തോട്ടെ. ആണുങ്ങൾ ഡീൽ ചെയ്യുന്നുണ്ടോ? ജഡിസോസയാ എന്താ പേരെന്താ? മമ്മൂട്ടി. എനിക്കറിയാം. തള്ളാതെ സാറിനെ വിളിച്ച് തള്ളാതെ. സാറ് വിചാരിക്കില്ല